ഹരേ കൃഷ്ണ. സുന്ദരകാന്ഡത്തിൽ രാവണൻ്റെ പുറപ്പാടെന്നുള്ള ഭാഗമാണ് ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. കളമൊഴികൾ പലരുമിക വിടുപണികൾ ചെയ്യുമാ കാലനു പേടിയുണ്ടെന്നേ മനോഹരേ. പുരുഷ ഗുണമിക മനസ്സി കരുതു പുരുകൂതനാൽ പൂജ്യന പുണ്യപുമാനെന്നറിയമാം സരസവനുസരസതയമയേ തമ വശാനുഗം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ. എന്നോടുള്ള പേടി കൊണ്ട് സുന്ദരിമാർ പലരും നിനക്ക് ദാസ്യവൃത്തി ചെയ്യും. കാലനു പോലും എന്നെ ഭയമാണ്. ദേവേന്ദ്രന് പോലും ആദരണീയനായ അസുര ചക്രവർത്തിയാണ് ഞാൻ. സൗഭാഗ്യത്തിൻ്റെയും സൗജന്യത്തിൻ്റെയും സാരസർവസ്വമായിട്ടുള്ളവളെ, ശൃംഗാരഭാവത്തോട് നീ എന്നെ അനുസരിച്ചാലും. സരസിരുഹമുഖി ചരണകമലപതിദോസ്മ്യഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം. വിവിധമിതി ദശവദന അനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം. അല്ലയോ സുന്ദരി, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്നും രക്ഷിച്ചാലും ഞാൻ നിന്റെ കാലിണകളെ വണങ്ങുന്നു. ഇങ്ങനെയെല്ലാം അപേക്ഷിച്ച രാവണൻ അനുസരണയോടെ സീതാദേവിയുടെ മറുപടിക്കായി തൊഴുതു നിന്നു. ജനകജയും അവനോട് അതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ട് ചൊല്ലിയിടിനാൾ. സഹൃദ് കുലതിലകനിൽ അതീവ ഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതി വിനയമൊടു ശുനീഭവിരധ്വരെ സാഹസത്തോടുമാം കട്ടുകൊണ്ടില്ലയോ. പതിവ്രതയായ സീത അന്യപുരുഷനോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവളാണ്. അതുകൊണ്ട് ഒരു പുൽക്കൊടി നുള്ളിയിട്ട് അതിനോടാണ് സീത മറുപടി പറയുന്നത്. രാവണനെ ഒരു പുല്ലിന് തുല്യമാണ് സീത വില കൽപ്പിക്കുന്നതെന്നും അർത്ഥമാക്കാം. സൂര്യവംശ തിലകമായ ശ്രീരാമദേവനും അദ്ദേഹത്തിൻ്റെ അനുജനും താമസിക്കുന്ന ആശ്രമത്തിൽ അവരോടുള്ള പേടി കാരണം സന്യാസി വേഷത്തിൽ ഇരുവരും കാണാതെ വന്ന് യാഗത്തിലെ ഹോമദ്രവ്യം പെൺപട്ടി മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പോലെ എന്നെ നീ കട്ടുകൊണ്ടു വന്നതല്ലേ. ദശവദന സുദൃഢനുചിതമിത് നിനയ്ക്ക് നീ തൽഫലം നീ താൻ അനുഭവിക്കാൻ ദ്രുതം. ദശരഥ നിശിത ശരദരിതവഭിഷാഭവാൻ ദേഹം വിനാ യമലോകം പ്രവേശിക്കും. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്.